വെടിനിർത്തൽ കരാറിൻ്റെ ഭാഗമായി ഇസ്രയേൽ ജയിലിൽ നിന്ന് വിട്ടയക്കുന്ന പലസ്തീൻ തടവുകാർ ഹമാസുകാരാണല്ലോ, അവരെ പാകിസ്ഥാൻ സ്വീകരിക്കാം എന്ന് പറഞ്ഞതിനെക്കുറിച്ച് നമ്മളൊരു വീഡിയോ ഇന്നലെ ചെയ്തു. ചിലരൊക്കെ പറഞ്ഞു ചുമ്മാ പറയല്ലേ, പാകിസ്ഥാനിലേക്ക് ഹമാസ് വരുന്നു. നമ്മളെന്ന് പറഞ്ഞു അങ്ങനെ പാകിസ്ഥാനിൽ വന്നാൽ സ്വാഭാവികമായും തീവ്രവാദ ഭീകര പ്രവർത്തനം നടത്തി ശീലമുള്ള ആളുകളെ ജമ്മു കാശ്മീരിലേക്ക് POKയിൽ എത്തിച്ചിട്ട് കാശ്മീരിലേക്ക് കയറ്റിവിടാനുള്ള ശ്രമം പാകിസ്ഥാൻ നടത്തും എന്ന് നമ്മൾ ഇന്നലെ ബുധനാഴ്ചയാണ് നമ്മൾ പറഞ്ഞത്, വീഡിയോ ചെയ്തത്. ബുധനാഴ്ച തന്നെ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വന്നു കഴിഞ്ഞു, ഹമാസ് ഭീകരൻ പാകിസ്ഥാനിലെ ഒരു യോഗത്തിൽ പങ്കെടുക്കുന്നു. POKയിൽ പാകിസ്ഥാൻ്റെ കൈവശമുള്ള ഇന്ത്യൻ ഭൂപ്രദേശത്ത് നടന്ന ഒരു സമ്മേളനത്തിൽ പങ്കെടുക്കുന്നു. അയാൾക്ക് കാവലായി പാകിസ്ഥാനിലെ മറ്റു ഭീകരവാദികൾ യന്ത്രത്തോക്കുമായി കാവൽ നിൽക്കുന്നു. പ്രസംഗിക്കുന്നത് ഹമാസ് ഭീകരൻ. നമ്മൾ പറഞ്ഞത് വരവണ്ണം വ്യത്യാസമില്ലാതെ സംഭവിച്ചിരിക്കുന്നു. നമ്മൾ ആ വീഡിയോയിൽ അയാളുടെ പേരും പറഞ്ഞു. അല്ല, സ്ട്രാറ്റജിക്കലി വളരെ പ്രധാനപ്പെട്ട സ്ഥലത്ത് ലാഹോറിൽ വന്നാലും കറാച്ചിയിൽ വന്നാലും നമുക്ക് ഇത്ര ആശങ്കയില്ല. ഈ ഹമാസ് ഭീകരൻ യോഗത്തിൽ പങ്കെടുത്തിരിക്കുന്നത് ഇന്ത്യയുടെ പക്കൽ നിന്നും പാകിസ്ഥാൻ കൈവശം വെച്ചിരിക്കുന്ന പാകിസ്ഥാനിലാണ്, POKയിലാണ്. അതെ, ഇയാള് ഹമാസിന്റെ ഇറാനിലെ പ്രതിനിധി ഡോക്ടർ ഖാലിദ് അൽ ഖദൂമി ആണ് വന്നത്. അത് ഇറാനിലെ പ്രതിനിധി എന്ന് പറയുമ്പോൾ എത്ര ശക്തനാണെന്ന് നോക്കൂ. ഇറാനാണല്ലോ ഫണ്ട് ചെയ്തുകൊണ്ട്, ഫണ്ട് മേടിച്ചുകൊണ്ട് വരുന്ന ആളാണ് ഡോക്ടർ ഖാലിദ് അൽ ഖദൂമി. ഇയാളുടെ പേര് നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ചയിൽ പറഞ്ഞിരുന്നു. കാരണം ഇയാളാണ് ഉറുദു ഇൻഡിപെൻഡൻറ്റിനോട് ലണ്ടനിൽ വെളിപ്പെടുത്തിയിരുന്നത്. കാരണം ഇസ്രയേൽ വിട്ടയക്കുന്ന പലസ്തീൻകാരിൽ ആദ്യഘട്ടത്തിൽ 15 പേരെ പാകിസ്ഥാൻ സ്വീകരിക്കാം എന്ന് സമ്മതിച്ചിട്ടുണ്ട് എന്ന് ഇയാളാണ് വെളിപ്പെടുത്തിയത്. അതുകൊണ്ടാണ് നമ്മൾ ഇയാളുടെ പേര് പറഞ്ഞത്. പക്ഷേ ഇയാൾ ഇന്നലെ തന്നെ POKയിൽ എത്തിയിരിക്കുന്നു. അതാണ് രാജ്യാന്തര മാധ്യമങ്ങളിലെ വാർത്തകളിൽ പറഞ്ഞിരിക്കുന്നത്. ഇന്നലെ POKയിൽ ഈ കശ്മീർ ഐക്യദാർഢ്യ ദിനം അവർ കൊണ്ടാടി. അതിൻ്റെ അകത്ത് അവർ ചർച്ച ചെയ്ത വിഷയത്തിൽ ഹമാസും ഉണ്ടായിരുന്നു. ചർച്ച ചെയ്ത വിഷയം കശ്മീർ സോളിഡാരിറ്റി ആൻഡ് ഹമാസ് ഓപ്പറേഷൻ അൽ അക്സ ഫ്ലഡ് കോൺഫറൻസ് എന്നാണ്. കോൺഫറൻസിന്റെ പേര് തന്നെ ഹമാസ് എന്നുണ്ട്. കശ്മീർ ഐക്യദാർഢ്യവും ഹമാസും എന്നുള്ളതായിരുന്നു വിഷയം. ഹമാസ് കാശ്മീരിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയാണ്. അതിന് അവർ തന്നെ ഫണ്ട് ചെയ്ത മീറ്റിംഗ് ആയിരിക്കും. അൽ അക്സയും അവിടെ നിന്നുള്ളതാണ്. അക്സ ഫ്ലഡ് കോൺഫറൻസ്. ഇത് റാവൽകോട്ടിലാണ് നടന്നത്. POKയിലെ റാവൽകോട്ട്. നേരത്തെ ഈ അബോട്ടാബാദ് എന്ന് പറഞ്ഞിട്ട് ഒസാമ ഒളിച്ചിരുന്ന സ്ഥലവും അതിൽ പെടുന്നതാണ്. റാവൽകോട്ട് ഷഹീദ് ഷാബിർ സ്റ്റേഡിയത്തിലാണ് ഈ സമ്മേളനം. അതിന്റെ വീഡിയോ നമുക്ക് കാണിക്കാം. സ്റ്റേഡിയത്തിലാണ് കാര്യമായിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ സമ്മേളനത്തിൽ ജെയ്ഷെ മുഹമ്മദ്, JEM, ലഷ്കർ-e തൈബ ഇതിൻ്റെ മുതിർന്ന കമാൻഡർമാർ പങ്കെടുത്തിരുന്നു. അതിന് പുറമെയാണ് ഈ ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഹമാസ് നേതാവാണ് ഇയാൾ. മുതിർന്ന ഹമാസ് വേറെയും പ്രതിനിധികൾ അതിലുണ്ടായിരുന്നു. ഇന്നലെയാണ് ഈ സമ്മേളനം നടന്നത്. അപ്പോൾ ഇതിലുണ്ടായിരുന്ന മറ്റുള്ളവർ തൽഹ സൈഫ്, ജെയ്ഷെ മുഹമ്മദിൻ്റെ ചീഫ് മസൂദ് അസറിൻ്റെ സഹോദരനാണ് അയാൾ. തൽഹ സൈഫ് ഈ മീറ്റിങ്ങിലുണ്ടായിരുന്നു. പിന്നെ ജെയ്ഷെ മുഹമ്മദിൻ്റെ കമാൻഡർമാർ അസ്ഗർ ഖാൻ കശ്മീരി, മസൂദ് ഇല്യാസ്, പിന്നെ മുതിർന്ന ലഷ്കർ-e തൈബ നേതാക്കളും സമ്മേളനത്തിൽ ഉണ്ടായിരുന്നു. ആദ്യമായിട്ടാണ് ഹമാസ് പാക് അധിനിവേശ കശ്മീരിലൊരു സമ്മേളനത്തിൽ പങ്കാളികളാകുന്നത്. അപ്പോൾ ഹമാസുമായി ബന്ധമുള്ള വേറെ ചില പലസ്തീൻ നേതാക്കളും ഈ സമ്മേളനത്തിൽ ഉണ്ടായിരുന്നു എന്നുണ്ട്. ഈ ഖദൂമി ഈ സമ്മേളനത്തിന് മുമ്പ് ജാമിയത്ത് ഉലമ ഇസ്ലാം അതിൻ്റെ മേധാവി മൗലാന ഫസ്ലുർ റഹ്മാനുമായി, മൗലാന ഫസ്ലുർ റഹ്മാൻ വലിയ ഭീകരനാണ്, അയാളുമായി ചർച്ച നടത്തിയിരുന്നു. ഇന്ത്യ വിരുദ്ധമായ കാര്യങ്ങൾക്ക് ആഹ്വാനം ഇടയ്ക്കിടയ്ക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് മൗലാന ഫസ്ലുർ റഹ്മാൻ. അയാളുമായി
കൂടിക്കാഴ്ച നടത്തിയതായിട്ടും രാജ്യാന്തര മാധ്യമങ്ങളിലുണ്ട്. ഈ സമ്മേളനത്തിൽ ഈ ഹമാസിനൊപ്പം ഉണ്ടായിരുന്ന ജെയ്ഷെ മുഹമ്മദും ലഷ്കർ-എ തൈബയും ആണ് ഇന്ത്യയിൽ പല ആക്രമണങ്ങളും നടത്തിയിരിക്കുന്നത്. 2001 പാർലമെന്റ് ആക്രമണം, 2008 മുംബൈ ആക്രമണം, അക്ഷർധാം, പിന്നെ 2019 പുൽവാമ ആക്രമണം. ഇതൊക്കെ നടത്തിയിരിക്കുന്നവരുടെ കൂട്ടത്തിലാണ് ഈ ഹമാസിന്റെ മുതിർന്ന നേതാവ് ഇന്ന് പാക് ഓക്യുപ്പൈഡ് കാശ്മീർ, പാക് അധിനിവേശ കാശ്മീരിൽ വന്നിരിക്കുന്നത്. അല്ല, ഇതിലൂടെ നമ്മൾ ബന്ധിപ്പിച്ച് വേണം നമ്മൾ ഇന്നലെ പറഞ്ഞ വീഡിയോയിലെ വിഷയം ആലോചിക്കാൻ. കാരണം ഇപ്പോൾ പലസ്തീനികളെ മുഴുവൻ അവിടുന്ന് പുറത്താക്കണം എന്ന് ട്രംപ് പറയുന്നു. അവരെ ജോർദാനോ ഈജിപ്തോ സ്വീകരിക്കണം. ഗാസ ഇനി ഞങ്ങളങ്ങ് എടുക്കുകയാണെന്ന് പറയുന്നു. അമേരിക്കയുടെ അധീനതയിലുള്ള പ്രദേശമായി ഗാസ മാറുമെന്നാണ് ട്രംപ് പറയുന്നത്. അതിനുവേണ്ടി സൈന്യത്തെ വരെ അയക്കുമെന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഹമാസിന് സ്വാഭാവികമായും അവിടെ നിന്ന് പോയേ പറ്റൂ. അവർക്ക് ഇനി പലസ്തീൻ എന്നുള്ള സ്വപ്നം ഇനി ഉണ്ടാവത്തില്ല. ട്രംപ് പറഞ്ഞത് നടപ്പാക്കപ്പെടുകയാണെങ്കിൽ ഗാസ അമേരിക്ക ഏറ്റെടുത്താൽ പാലസ്തീൻ എന്നുള്ള സ്വപ്നം അണഞ്ഞുപോയി. അല്ലേ? ഇനി ഒരു വെസ്റ്റ് ബാങ്ക് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ വെസ്റ്റ് ബാങ്കിനെ പാലസ്തീനായിട്ട് പ്രഖ്യാപിച്ച് അവിടെ കൊണ്ട് ഒതുങ്ങി ആഗ്രഹം അവിടെ കൊണ്ട് പൂർത്തീകരിക്കണം. അപ്പോൾ ഹമാസ് എന്ത് ചെയ്യും? ഹമാസിനെ പാകിസ്ഥാൻ ആവശ്യമുണ്ട്. അതുകൊണ്ടായിരിക്കാം പാകിസ്ഥാൻ നിങ്ങൾ ഹമാസുകാർ ഇങ്ങോട്ട് പോരട്ടെ എന്നാ പറയുന്നത്. അല്ലാതെ പലസ്തീൻ ജനത പോരട്ടെ അല്ല. അവിടെയാണ് വ്യത്യാസം. എന്തുകൊണ്ടാണ് പാലസ്തീനിലെ കഷ്ടപ്പെടുന്ന ജനങ്ങൾ ഇങ്ങോട്ട് വരട്ടെ എന്ന് പറയാതെ ഹമാസ് ഇങ്ങോട്ട് വരട്ടെ എന്ന് പറയുന്നത്? കാരണം ഇവർ നിരന്തരം ഇന്ത്യയിലേക്ക് കയറ്റിവിട്ടുന്ന തീവ്രവാദികൾ മുഴുവൻ ഇന്ത്യൻ ഭടന്മാരുടെ വെടിയേറ്റു മരിച്ചു. നമുക്ക് ചെറിയ കാഷ്വാലിറ്റിയൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും അവരുടെ വരുന്നവരെയൊക്കെ നമ്മൾ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ ബലാക്കോട്ടിലൊക്കെ നമ്മൾ ആക്രമണം നടത്തി അവരുടെ ഈ ബ്രീഡിംഗ് സെൻ്ററുകൾ, തീവ്രവാദികളെ ഉൽപ്പാദിപ്പിക്കുന്ന കേന്ദ്രങ്ങളും നമ്മൾ തകർത്തു. പുതിയ തീവ്രവാദികളെ പഴയ പോലെ കിട്ടുന്നില്ല. കാരണം ഇനി ഇന്ത്യയിൽ പോയി വെടികൊണ്ട് ചാവുന്നതിനാണ്. നമ്മൾ പണ്ടൊക്കെ പത്രങ്ങളിൽ കാണുന്നത് എന്നും അതിർത്തിയിൽ നിന്ന് ഷെല്ലാക്രമണം, അവരിങ്ങോട്ട് വെടിവെച്ചുകൊണ്ടിരിക്കും. അതൊക്കെ നിന്നല്ലോ. കാരണം ഇങ്ങോട്ട് ഒരു പൂവ് തന്നാൽ ഒരു പൂന്തോട്ടം തിരിച്ചു തരുമെന്ന് പറയുന്ന സർക്കാരാണ് ഇവിടെ നിൽക്കുന്നത്. അതുകൊണ്ട് ഈ അങ്ങനെ പോയി ജീവൻ കൊടുക്കാൻ തയ്യാറാവുന്ന ആളുകളെ പാകിസ്ഥാൻ ഇപ്പം കിട്ടുന്നില്ല എന്ന് തോന്നുന്നു. അവിടെ ഉള്ളവരെ തന്നെ അജ്ഞാതം ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പുതിയ ഭീകരരെ ആവശ്യമുണ്ട്. അപ്പോൾ അവിടെ പലസ്തീൻ സ്വപ്നം ഇല്ലാതെ വരികയും ഈ യുദ്ധം ചെയ്യാനും പൊട്ടിത്തെറിക്കാനും മാത്രം പരിശീലനം കിട്ടിയിട്ടുള്ള, മനുഷ്യനായി ജീവിക്കാനുള്ള പരിശീലനം ഹമാസിന് കിട്ടിയിട്ടില്ലല്ലോ. ആളെ കൊല്ലുക എന്നത് മാത്രമാണ്. മണ്ണിനടി കൂടെ നുഴഞ്ഞിടുക, കുഴിക്കകത്ത് കഴിയുക, ആളെ കൊല്ലുക, കൊല്ലപ്പെടുക. ഇതാണ് ഹമാസിന്റെ ചരിത്രം. അവർ ട്രെയിൻ ഫോർ അതിനാണ്. യാഹ്യ സിൻവറിന്റെ അവസാന ദൃശ്യം ഓർക്കുന്നില്ല, ഒരു വടി കൊണ്ട് പോലെ. അതെ, അത് അദ്ദേഹത്തിന് പോരാട്ട വീര്യം അവസാന നിമിഷവും കാണിച്ചു എന്നാണ് മീഡിയ വൺ പറഞ്ഞത്. ഏതായാലും അങ്ങനെയുള്ള ആളുകളെ കൊണ്ടുവന്നിട്ട് അവരെ ഇനി ഇന്ത്യക്കെതിരെ ഉപയോഗിക്കാൻ പാകിസ്ഥാൻ താല്പര്യപ്പെടുന്നു എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? അതാണ് കാരണം. POK-യിൽ ഒരുപാട് കാര്യങ്ങൾ പാകിസ്ഥാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ ഒരുപാട് ഈ ഗസ്റ്റ് ഹൗസുകളൊക്കെ പണിയുന്നുണ്ട് POK-യിൽ. ഈ വനത്തിനോടൊക്കെ അനുബന്ധിച്ചിട്ട് അവരുടെ വനം വകുപ്പ് ഒരുപാട് ഗസ്റ്റ് ഹൗസുകൾ അവിടെ തുറക്കുന്നതായിട്ടൊക്കെ വാർത്തകളുണ്ടായിരുന്നു. അപ്പോൾ ഹമാസിൻ്റെ ആളുകളെയൊക്കെ കൊണ്ടുവന്ന് പാർപ്പിക്കാനും ഒക്കെ അത് ഉപയോഗിക്കാൻ പറ്റും. ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായിട്ട് വികസിപ്പിക്കുക എന്നൊക്കെയാണ് കഴിഞ്ഞ കൊല്ലം അവർ പറഞ്ഞിരുന്നത്. അപ്പോൾ കഴിഞ്ഞ കൊല്ലം മുതൽ തന്നെ ഈ ക്ഷണമൊക്കെ ഹമാസിന് പോയിട്ടുണ്ടാവും. നിങ്ങൾക്ക് ഇവിടെ വന്ന് കഴിയാം, സുഖമായിട്ട് കഴിയാം, നിങ്ങളെ ഞങ്ങൾക്ക് ആവശ്യമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. ഇന്ത്യക്കെതിരെ കശ്മീരില്ലേ, ഇപ്പൊ കശ്മീർ ശാന്തമാണല്ലോ പൊതുവെ. കത്വ തുടങ്ങിയ ചില പ്രദേശങ്ങൾ ഒഴിച്ചാൽ പൊതുവെ അത് ശാന്തമാക്കിയിട്ടുണ്ട്. പിന്നെ അവിടെ ഹിന്ദു ശക്തികള് പൊതുവെ അല്ല സാർ, കാശ്മീർ ശാന്തമാണ്. പണ്ടത്തെ പോലെ കല്ലെറിയാൻ കുട്ടികളെ കിട്ടുന്നില്ല. മാത്രല്ല ഈ കശ്മീരിൽ വലിയ പദ്ധതികൾ നടപ്പാക്കി, പാക്കേജ് നടപ്പാക്കി. എന്നിട്ട് ഈ POK-യിലൊക്കെ ആണെങ്കിൽ കുട്ടികളെ വിറ്റിട്ടൊക്കെയാണ് ചില കുടുംബങ്ങൾ ജീവിക്കുന്നത്. POK-യിൽ നിന്ന് ഇങ്ങോട്ട് നോക്കിയാൽ ഈ വികസനം കണ്ടിട്ട് ഈ ഗാസയിൽ നിന്ന് ഇസ്രായേലിലേക്ക് നോക്കിയാൽ അവസ്ഥ പോലെയാണത്. ഇവിടുത്തെ വികസനം കണ്ടിട്ട് അവർക്ക് POK ഇന്ത്യയിൽ ചേർന്നാൽ മതി എന്ന് പറയുന്ന ധാരാളം ആളുകളുണ്ട്. അവിടെ ഒരു ഹിതപരിശോധന നടത്തിയാൽ തന്നെ ഞങ്ങൾക്ക് ഇന്ത്യയിൽ ചേരണം. അല്ല, അവരുടെ ആഗ്രഹം ശരിയാണ്. പക്ഷേ അവിടെ ഉള്ളതും ഈ പറയുന്ന ആളുകളാണേ, അവരോട് വന്ന് ചേർന്ന് കഴിഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ തനി സ്വഭാവം കാണിക്കും. അത് ചെയ്യും. അല്ല, അതാണ് നമ്മൾ പക്ഷേ 24 സീറ്റ്
POK ഉള്ളത് കശ്മീരിൽ നീക്കി വെച്ചിട്ടുണ്ട്. അതൊക്കെ പ്രതീകാത്മകമായി അവിടെ കിടക്കട്ടെ. ഇതാണ് POK നമ്മുടെ സ്ഥലമാണ് എന്ന് POK മാത്രം നമുക്ക് കിട്ടുക, ജനങ്ങളെ അങ്ങോട്ട് പാകിസ്ഥാൻ എടുക്കുക. അങ്ങനെ ഒരു പാക്കേജ് അല്ലെങ്കിൽ അതും കൂടെ കൂടുമ്പോൾ ഞങ്ങൾ 18 കോടി എന്നുള്ള 20 കോടിയായി എന്നും പറഞ്ഞ് ഇവിടെ ചില ആളുകൾ കൂടുതൽ മസിൽ ഭരിപ്പിക്കും. 15 മിനിറ്റ് പോലീസും പട്ടാളമൊന്നും മാറിയാൽ കാണിച്ചു തരാം എന്ന് പറയുന്ന ആളുകളുണ്ടല്ലോ. അപ്പൊ അവർക്ക് അംഗബലം കൂട്ടാൻ വേണ്ടി അവിടുത്തെ ജനങ്ങളെ എന്തിനാ നമുക്ക് ഈ ഹമാസിനെ ഇന്ത്യക്കെതിരെ ഉപയോഗിക്കാം എന്ന് വിചാരിച്ചിട്ട് ഈ പാകിസ്ഥാൻ നടത്തുന്ന ഈ പരീക്ഷണം അത് ചിലപ്പോൾ വിജയിക്കണമെന്നുമില്ല. കാരണം ഈ സൈനികരുടെ കാര്യമൊക്കെ ആണെങ്കിൽ അവർ ചില ടെറൈനുകളിലൊക്കെ അവർക്ക് ജീവിക്കാനൊക്കെ കഴിയും. ഇവന്മാർക്ക് തുരങ്കത്തിലേ പറ്റുള്ളൂ. ഇവർക്ക് അങ്ങനത്തെ സ്ഥലം നേരെ നിന്ന് യുദ്ധം ചെയ്യാൻ പറ്റില്ല. ഇതെന്താന്ന് വെച്ചാൽ കാടിന്റെ ഉള്ളിൽ കൂടിയും മറ്റേ പാറകൾക്കിടയിൽ കൂടിയല്ലേ ഇതിൻ്റെ അകത്ത് വരേണ്ടത്. അങ്ങനെയല്ലല്ലോ അവിടുത്തെ അവസ്ഥ. അപ്പോ ഈ വിചാരിച്ച പോലെ നടന്നില്ല എന്നും വരും. ഇത് വേലിക്കലിരുന്ന പാമ്പിനെ എടുത്തു വെച്ച പോലെയും ആയിരിക്കും ചിലപ്പോൾ. അങ്ങനെയും വരാം. അല്ലെങ്കിൽ പിന്നെ ഇരുന്ന് പാകിസ്ഥാൻ പറയും കുഴിക്കട, കുഴി കുത്തട, തുരങ്കം ഉണ്ടാക്കട, ഇന്ത്യയിലൊക്കെ തുരങ്കം അങ്ങനെ ഒരു പരിപാടി ഉണ്ടല്ലോ പാകിസ്ഥാന്. അപ്പോൾ ഈ തുരങ്കം ഉണ്ടാക്കാൻ വേണ്ടി ഹമാസിന് ഉപയോഗിക്കുമോ? കുറച്ച് കഴിയുമ്പോൾ എനിക്ക് തോന്നുന്നത് ഈ ഹമാസ് ഈ അഫ്ഗാനിസ്ഥാനിലെ താലിബന്റെ ഒക്കെ ചിലപ്പോൾ ആളുകളായിട്ട് മാറാൻ സാധ്യതയുണ്ട്. പാകിസ്ഥാനിട്ട് തന്നെ വെടിവെച്ചും വരാം. മുതലാളിക്കിട്ട് തന്നെ വെടിവെക്കും അവസാനം. അത് അങ്ങനെയാണല്ലോ തീവ്രവാദങ്ങളുടെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും ചരിത്രം. അങ്ങനെയാണ്. അവസാനം നേതാക്കന്മാർ ഇരകളായി മാറും. അത് ഈ താലിബാനെ വളർത്തിയതും പാകിസ്ഥാനായിരുന്നു. ഇപ്പൊ ആ താലിബാനാണല്ലോ പാകിസ്ഥാനെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത് അഫ്ഗാനിസ്ഥാനിൽ താവളമായിട്ട്. അപ്പൊ അങ്ങനെയും വരാം. അത് കണ്ടറിഞ്ഞ് കാണണം. ഏതായാലും പാകിസ്ഥാനിലല്ല, പാക് അധിനിവേശ കാശ്മീരിൽ ഹമാസ് വന്നു എത്തി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.